തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാനിഡോസ് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മൾ ബാനിഡോസിൽ പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയത് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ട്, എന്താ അവിടുത്തെ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാനിഡോസിൻ്റെ വിശേഷങ്ങൾ പകുതി വെച്ച് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനിഡോസിൽ എത്തുന്നതിനൊരു 15 കിലോമീറ്റർ മുന്നേ വെച്ചിട്ട് എൻ്റെ ക്യാമറ ഡെഡായി. സ്പെയർ ബാറ്ററി ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ക്യാമറ ഡെഡായി. വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 9:30 അവിടെ എത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആദ്യമേ തന്നെ വണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എടുക്കാമല്ലോ, അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ തൃശ്ശൂർ നമ്മളെ ചതിച്ചാശാനെ. തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്ക് ഒരു 30 കിലോമീറ്റേഴ്സ് ആയ സമയത്ത്, ബാനിഡോസ് എത്തുന്നതിന് ഒരു 30 കിലോമീറ്റേഴ്സ് മുന്നേ വെച്ചിട്ട് നമ്മൾ സിറ്റിയിലോട്ട് കയറി. നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഭയങ്കര സ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് സ്ലോ ആയി. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, ക്യാമറ ഡെഡായി. അവിടെ ചെന്നു, ഫോണിൽ 1-2 ഷോട്ട് എടുത്തു. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബാനിഡോസിൽ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് 10:30 തന്നെ എനിക്കൊന്ന് വണ്ടികൾ ഒരുപാട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു ചായയുടെ ബലത്തിലാണ് ഇറങ്ങിയത്. അപ്പോൾ ചായ കുടിക്കാം, ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു, വണ്ടി കൊടുത്തിട്ട്. അപ്പോൾ അവർ സെറ്റാക്കി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചെയിൻ ക്ലീനിങ്, ലൂബും ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ചെയ്ത കുറേ വർക്കിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ സർവീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട്, എത്രയും കസ്റ്റമേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്ത് അവർ നല്ല രീതിക്ക് തന്നെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആദ്യം തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ വർക്കാണ് ചെയ്തതെന്ന്. ഒന്നാമത് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ അറിയാമായിരിക്കും. നേരത്തെ വരുന്ന വഴിക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, BMW ലോഗോ ഉള്ളത് ഭയങ്കര ക്യൂട്ടാട്ടോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിൽ ആ ഒരു ചെറിയ ലോഗോ ഉള്ളത് ഭയങ്കര നൈസാണ്, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു, ഒരു പ്രീമിയം ലുക്കൊക്കെ തരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാൻഡിൽ ബാർ റൈസർ ഫിറ്റ് ചെയ്തല്ലോ. ബാനിഡോസിലെ ഹാൻഡിൽ ബാർ റൈസർ നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ തൃശ്ശൂർ പോകുന്ന പ്ലാൻ കറക്റ്റ് എക്സാക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത്. അതിനുശേഷമാണ് തൃശ്ശൂർ പോകാം എന്നുള്ളൊരു രീതിക്ക് വന്നത്. അത് നേരത്തെ അറിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറ്റുള്ളായിരുന്നു. ബട്ട് ഓർഡർ ചെയ്തു പോയി. ഇവിടെ വരുന്നതിന് 2 ദിവസം മുന്നേ ആയത് ഫിക്സ് ചെയ്തപ്പോൾ എന്ത് പറ്റിപ്പോയെന്ന് വെച്ചാൽ, ഹാൻഡിൽ ബാർ റൈസർ ഫിറ്റ് ചെയ്തതിന് ശേഷം എന്തോ ഒരു ചേഞ്ച് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം എന്താണെന്ന് പക്ഷേ മനസ്സിലാവില്ല. എന്നിട്ട് ഞാൻ നൈറ്റ് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായേ, ഈ ലോഗോ വരുന്ന പാർട്ട് അവർ മാറ്റി വെച്ചിട്ട് ബാനിഡോസിൻ്റെ അവിടെ നിന്ന് കൊടുത്തു വിട്ട 2 ക്ലാമ്പ് ഉണ്ട്, അതെടുത്ത് വെച്ചിട്ടാണ് അവർ അറ്റാച്ച് ചെയ്ത് തന്നെ. അപ്പോൾ ഞാൻ ആ സാധനം, ആ പാർട്സ് അത് കിട്ടിയോ ഇല്ലായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞോ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർമ്മിച്ച് വിളിച്ച് ചോദിച്ചു, ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇരിപ്പുണ്ട്, വന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പിറ്റേ ദിവസം പോയി അതും എടുത്തിട്ടാണ്, അതും കൊണ്ടാണ് ബാനിഡോസിൽ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ അവരത് ഇതും ഫിക്സ് ചെയ്തു. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ റൈറ്റിലോട്ട് തിരിക്കുന്ന സമയത്ത് ഈ ഹാൻഡിൽ ഗാർഡ് വെച്ചതും അതുപോലെ വൈസറും മിററും ഇത് ഇത്രയും കാര്യങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. അപ്പോൾ എനിക്ക് എന്താ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ബാനിഡോസും സാധനം മേടിച്ച് ഞാനൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാൻ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അവിടെ എന്താ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ഥലങ്ങളുണ്ട്, അതായത് അവരിപ്പോൾ ചെയ്തിട്ട് എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു പ്രോബ്ലമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞിട്ട്, സാർ ഇതിങ്ങനൊരു സംഭവം ഉണ്ട്, ഇത് ഫിക്സ് ചെയ്യട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മളോട് ചോദിക്കും. ഇത് നേരത്തെ FC സർവീസ് സെൻ്ററിൽ ഞാൻ FC യൂസ് ചെയ്തിരുന്നപ്പോൾ അവരും ചോദിക്കുമായിരുന്നു. അവർ ഓടിച്ചിട്ട് എന്തെങ്കിലും ഇത് വരുമ്പോൾ അവർ പറയും, സാർ ഇതിൻ്റെ ഈ ഒരു കേസ് പ്രോബ്ലം ഉണ്ട്, നമുക്കത് മാറണോ, എന്താണ് അവസ്ഥയെന്ന് ചോദിക്കും.
പക്ഷേ ഞാനിവിടെ ഫിക്സ് ചെയ്യാൻ കൊടുത്ത സമയത്ത് അവർ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആണോ എന്ന് നോക്കുമല്ലോ, മൂവ് ചെയ്ത് നോക്കുമല്ലോ. അത് ക്ലിയർ കട്ടായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ തട്ടുമായിരുന്നു. വൈസറിൽ നല്ല രീതിക്ക് മിററിൻ്റെ ഈ പോർഷൻ വന്ന് തട്ടുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുൾ ഒടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സീനാണത്. അടിപൊളി രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ആഹാ, എന്താ റോഡ്, എന്താ സ്ഥലം. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഓക്കെ, വീണ്ടും വരാം. അപ്പോൾ അങ്ങനെ ഒരു സീൻ വരുമല്ലോ. അപ്പോൾ ഇവർക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാമായിരുന്നു, എന്നിട്ടും അവരത് മൈൻഡ് ചെയ്തില്ല. അവർ അത് ഫിക്സ് ചെയ്തിട്ട് എനിക്കങ്ങ് തന്നു വിട്ടു വണ്ടി. ഞാനിവിടെ നിന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ വൈസറിൽ തട്ടുന്നു. അപ്പോൾ അവിടെ അത് ലൂസായി ഭയങ്കരമായിട്ട് വൈബ്രേഷൻ കാര്യങ്ങളുണ്ടായി, പ്രശ്നമാവൂലേ. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ ഈ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഈ ഒരു കാര്യം, ഈ ടച്ച് ചെയ്യുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ബട്ട് അവരത് നോക്കിയിട്ട് അവരിങ്ങനെ എന്നോട്, ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട്, പിന്നെ ഹാൻഡ് ഗാർഡും കുറച്ചൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് ഓടിക്കാൻ പറ്റുന്നുണ്ടെന്നും പറഞ്ഞ് അതെനിക്ക് ഓടിച്ച് കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് കുഞ്ഞ് ഡിഫറൻസ് ആയിരിക്കും എല്ലാവർക്കും, പക്ഷേ അത് ആക്ച്വലി ഒരു കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് വലിയൊരു ഡിഫറൻസാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയി. ഫ്രണ്ട് ഫെൻഡർ വെച്ചു. ഫെൻഡറിന് 700 റുപ്പീസാണ് കേട്ടോ, 600 സംതിങ് ആണ്. അപ്പോൾ 700 രൂപ. ചെയിൻ ക്ലീനിങ്ങും ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 1000 കിലോമീറ്റേഴ്സ് ഞാൻ പുറത്തോട്ടാണ് ചെയ്യിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അതും കൂടെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് കിറ്റ് മേടിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അവിടെ നിന്നൊരു ഇപ്പോൾ മൺസൂൺ സീസണിൻ്റെ എന്തോ കിറ്റ് ഉണ്ട്, ചെയിൻ ക്ലീനിങ് ലൂബ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു കിറ്റായിട്ട് തരും. അതായത് അതിൻ്റെ ഒരു ക്ലീനിങ് ബ്രഷ്, അതുപോലെ ലൂബ്, ക്ലീനർ, ഒരു ക്ലീനിങ് ക്ലോത്ത്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടെ അടങ്ങിയ ഒരു കിറ്റും കൂടെ തരും. അപ്പോൾ അത് എൻ്റെ അടുത്ത് ചോദിച്ചു മോട്യൂളിൻ്റെ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇവർ ഈ ഇത് ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് അവർ ചെയിൻ ലൂബ് ക്ലീനൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി വന്ന ഓയിലെല്ലാം കൂടെ എനിക്ക് കെട്ടിപ്പൊതിഞ്ഞ് വണ്ടിയിലെടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാഗിലുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ട്, വീട്ടിൽ ചെന്നിട്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം, ഇത് ഹാപ്പി കസ്റ്റമർ എന്ന് പറയാം. വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ എന്ന് പറയാം. വളരെയധികം ഞാൻ എൻജോയ് ചെയ്തു ഈ ഒരു റൈഡ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അവിടുത്തെ അവിടുത്തെ റെസ്റ്റ് റൂമുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് റൂമുണ്ട്. അതുവരെ എന്ത് വൈബാണെന്ന് പറഞ്ഞവല്ല. ഡേർട്ട് ബൈക്കും അവരുടെ എക്സ്പീരിയൻസും അവരുടെ പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് അന്യായ ഒരു വൈബാണ്. എല്ലാ ആക്സസറീസും അവൈലബിൾ ആണ്. പ്രോപ്പറായിട്ട് നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാം. നല്ല അടിപൊളി കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സാണ് അവിടെ ഉള്ളത്. ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന തരത്തിലുള്ള ബിഹേവിയറാണ് അവരുടെ. എനിക്ക് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ, അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു ഔട്ട്ലെറ്റ് ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ന് തോന്നിപ്പോയി. എന്തായാലും ഇപ്പോൾ ഇത് പരിപാടി കഴിഞ്ഞു, ഇനി തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ട്രാഫിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിയെന്ന് അറിയാൻ വയ്യ. ഇനി ഏകദേശം ഒരു 90 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ബൈ ബൈ ഗൈസ്, ടാറ്റാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ബാൻഡിഡോസിൻ്റെ സർവീസ്, അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ റീസെൻ്റായിട്ട് കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, ഒരാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെ. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാൻഡിഡോസ് സർവീസ് ഒട്ടും മോശമാണ്, അവർ എന്താ പറയുന്നത്, അവർ അത്രയും പോപ്പുലർ ആയതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് അത് വെച്ചിട്ട് കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുന്ന പോലെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഷെയർ ചെയ്ത കംപ്ലീറ്റ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഞാനിവിടെ നിന്ന് ഏകദേശം ഒരു 30,000 മുകളിൽ ആക്സസറീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മെജോറിറ്റിയും ഓൺലൈനായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജേണിയിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അറിയാം, ഓൺലൈനായിട്ടാണ് കൂടുതലും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇത്രയുള്ളൊരു സാധനം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഒരു 700 റുപ്പീസിൻ്റെ ഒരു ഐറ്റം വെക്കാൻ വേണ്ടി മാത്രം പോയതാണ്. എൻ്റെ കൂടെ
കുറച്ച് ഫിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളുടെ ചെറിയ എറേഴ്സ് കാര്യങ്ങൾ മാറ്റാനും കൂടെയാണ് പോയത്. പക്ഷേ ഞാൻ അനുഭവിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ഒപ്പീനിയനാണ് ഉള്ളത് അതിൽ. ബിക്കോസ് അവർ അത്രയും കസ്റ്റമേഴ്സ് രാവിലെ ആ ഒരു ടൈമിന് 10:30 തന്നെ അവിടെ നിറയെ വണ്ടികളായിരുന്നു. അതിനിടയ്ക്ക് ഈ വരുന്ന ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഒട്ടും ഇറിറ്റേറ്റഡ് ആയിട്ടല്ല അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഈവൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത് ഞാൻ ഈ ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ വെക്കുന്ന സാധനം പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ അവർ പിന്നീട് വന്ന സമയത്ത് ബൈക്ക് എടുക്കാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പോഴും അത്രയും കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടും കുഴപ്പമില്ല സാറേ, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയിട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ അത് ചെയ്ത് തന്നു. അപ്പോൾ അത് കൂടാതെ നമ്മളിപ്പോൾ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു വാട്സപ്പ് നമ്പറിലാണ് ഞാൻ ഫുള്ള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈവൻ സൈറ്റിൽ പോലും അല്ല, അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും രാത്രിയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് തന്നെ എനിക്ക് കോൾ ബാക്ക് അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും ഈവൻ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണെങ്കിലും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സൈഡിൽ ഒരിക്കലും ഞാനിത് ബയാസ്ഡ് ആയിട്ടല്ല പറയുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് നിന്നിട്ടാണ് ഞാനിത് പറയുന്നത്. അത്രയ്ക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയത്തില്ല എത്രത്തോളം എല്ലാവർക്കും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് അറിയത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ പേജിൽ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ അറിയാമല്ലോ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് എൻ്റെ ഓൺ ഒപ്പീനിയനാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും മറിച്ച് അഭിപ്രായമുള്ള ആൾക്കാർക്ക് കമൻറ്റ് സെക്ഷനിൽ വരാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് വീക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.